Hi, hello from Tulasi. Welcome back to my YouTube channel. നമ്മൾ ഒരു യാത്ര പോവാണ്. കർണാടകയിലെ ഹംപിയിലേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഏട്ടൻ യൂബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. യൂബർ ബുക്ക് ചെയ്യാണ്. അപ്പം കിച്ചോറിൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയാണ് കൂടെ ഉള്ളത്. കാറിലാണ് കേട്ടോ പോയതൊന്നും. അപ്പോൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. ഒരു കുറെ കിലോമീറ്റർ യാത്ര സഞ്ചരിച്ച ശേഷമാണ് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് ചെയ്യുന്നത്. അപ്പൊ അതുവരെയൊന്നും നമുക്കൊരു ഹോട്ടലും കാണാൻ വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മീൻസ് നമുക്ക് അത്ര അധികം നീറ്റായിട്ട് തോന്നാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത ശേഷമാണ് നമുക്കൊരു ഹോട്ടൽ കിട്ടുന്നത്. ഹോട്ടൽ പുരോഹിത് എന്നാണ് പേര് വെറൈറ്റി ആയതുകൊണ്ടാണ് ആ പേര് ഓർമ്മയില്ലത് കേട്ടോ. അപ്പൊ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു. പിന്നെ ഇവര് രണ്ടുപേരും അപ്പോഴായിരുന്നു ഉറങ്ങി എണീറ്റത്. അപ്പം രണ്ടുപേരും നല്ല കളിയിലായിരുന്നു. കുഞ്ഞുമോനെ വേദിട്ടിനെ കണ്ടിട്ട് ഭയങ്കര കളിയായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു അവർ രണ്ടുപേരും. പിന്നെ ഞങ്ങളവിടെ കുറെ നേരം നിന്നു, ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഫുള്ള് ഒരു മലയുടെ മുകളിൽ കുറെ വിൻമില്ലുണ്ട്. കുറെ കിലോമീറ്ററോളം ഈ വിൻമില്ല് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടായിരുന്നു പിൻമില്ല് കാണുന്നുണ്ടായത്. ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് കാണുമ്പോൾ ദൂരത്തിന് കാണുമ്പോൾ നമുക്ക് അതിന്റെ വലുപ്പം മനസ്സിലാവില്ല. പക്ഷെ അടുത്ത് കാണുമ്പോഴാണ് ഇത്രക്ക് അതുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇതിന്റെ എത്രമാത്രം ഇതിന് വലിപ്പം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. നമുക്കത് കാണുമ്പോൾ നമുക്ക് തോന്നില്ല എത്രമാത്രം അതിന്റെ സൈസ് ഉണ്ട് എന്നുള്ളത് അതിന്റെ ഒരു ലീഫിന്. നമുക്ക് ദൂരത്തിന് കാണുമ്പോൾ ഇത് മനസ്സിലാവില്ല, അടുത്ത് കാണുമ്പോഴാണ് ഇതിന് ശരിക്കും എത്ര വലിപ്പമുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. നമ്മൾ രാവിലെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ എന്തായത് ഈ ചരക്ക് വാഹനങ്ങളുണ്ടല്ലോ, അതായിരുന്നു കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായത്. രാവിലെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നാനുള്ള കാരണം നമുക്ക് ആ ഒരു ക്ലൈമറ്റും നല്ലതായിരിക്കും, പിന്നെ ഈസി ആയിട്ട് പോകാനും പറ്റും. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടൊരു വ്യൂ പോയിന്റ് ആണ് ഇത്. ഇതിന്റെ പേര് ഞാൻ കുറെ നോക്കിയെങ്കിലേക്ക് കിട്ടിയിട്ടുണ്ടായിട്ട് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇവിടെ നല്ല തണുപ്പായിരുന്നു. കുറച്ച് സമയം അവിടെ വണ്ടി നിർത്തിയ ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ആണ് നമ്മൾ പോയത്. കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ സൈഡില് വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറെ സമയം ചെലവഴിച്ചിട്ടാണ് അവരൊക്കെ പോയിട്ടുണ്ടായത്. അവിടെയുള്ള നെയിം ബോർഡിൽ കൊടുത്തിട്ടുണ്ടായ പേര് ബെല്ലാരി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ രാജമാണിക്യത്തിലെ ബെല്ലാരി രാജ്യമാണ് നമുക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് പേര് എന്തെന്ന് അറിയുന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മൾ കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, അതായത് ഒരു ജലദോഷമോ അല്ലെങ്കിൽ പനിയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആ യാത്ര ഫുള്ള് തടസ്സമായിട്ട് മാറുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് കുഞ്ഞുമോൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. കാറിന് പാല് കുടിച്ചതുകൊണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവൻ ഓക്കെ ആയിട്ടോ. നമുക്കൊക്കെ വാഷ് ചെയ്തപ്പോൾ അവന് നോക്കിയായി മാറി. ഛർദി നിന്നില്ലായിരുന്നെങ്കിൽ നമ്മളെ ട്രിപ്പ് ക്യാൻസൽ ആവുമായിരുന്നു. മൊത്തത്തിൽ അതൊരു ബുദ്ധിമുട്ടായി മാറിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ ആവുമായിരുന്നു. നമ്മൾ 2 കുട്ടികളെയും കൊണ്ടായിരുന്നല്ലോ പോയത്. അപ്പോൾ ഇത് കൃഷ്ണകുമാർ KK കിച്ചോടിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ കിച്ചോടിനും KKയും ഫ്രണ്ടിലിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഹംപിയിലേക്ക് എത്തി. ഹംപി എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃകമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് മാതംഗമലയിലെ സൂര്യോദയം, അതുപോലെ വിരൂപാക്ഷ ക്ഷേത്രം, വിട്ടല ക്ഷേത്രം, അച്യുതരായ ക്ഷേത്രം, ലോട്ടസ് മഹൽ, ആനത്തോത്ത്, അതുപോലെ ശശുവേഗല ടെമ്പിള്, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളും പൂജ നടക്കാത്ത സ്ഥലങ്ങളാണെങ്കിലും ഒരുപാട് ക്ഷേത്രങ്ങള്, അവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഹംപി എന്ന് പറയുന്നത്. ട്രക്കിങ്ങിനൊക്കെ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. പക്ഷെ കുഞ്ഞുങ്ങളെ ഉള്ളത് കാരണം ഞങ്ങള് ട്രക്കിങ് ഇതുപോലത്തെ സ്ഥലങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര വെയിലാണ്. നമുക്കൊരു സൺസ്ക്രീനും അതുപോലെ ഒരു കൊടയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പെട്ടെന്ന് ടയേർഡ് ആവും, അതുപോലെ ഡീഹൈഡ്രേറ്റ് ആവും ചൂടായതുകൊണ്ട്. സഞ്ചാരികൾക്കൊക്കെ അവിടെ സൈക്കിള് കിട്ടും കേട്ടോ റെന്റിന്. അപ്പം ഈ ഒരു സൈക്കിള് വെച്ചിട്ട് ഒരു ക്യാപ്പും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്ഥലം നമുക്കൊരു 2-3 ദിവസത്തിലുള്ള സൈക്കിള് മുഖാന്തരം നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതായിരിക്കും ബാച്ചിലർ ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടൊക്കെ വരുന്നവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ കപ്പിൾസ് ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ റിക്ഷ അതുപോലെ കാറൊക്കെ റെന്റിന് കിട്ടും. നമുക്ക് അതെടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റും. അവിടെ ഒരുപാട് ഗൈഡ് നമുക്ക് പോകുന്ന സമയത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ കൊണ്ടുപോകാൻ എത്ര ക്യാഷ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും.
ഭാഷ അറിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഹിന്ദിയോ അല്ലെങ്കിൽ കന്നഡ അറിയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങള് റൂമിന്റെ അവിടത്തേക്ക് എത്തി. അപ്പം റൂമിന്റെ അകത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വേറൊരു പാർക്കിംഗ് ഉള്ള സ്ഥലത്താണ് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഇതാണ് നമ്മൾ താമസിച്ച ഒരു റൂം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട്. അവിടെ എത്തിയപ്പോൾ നമ്മള് നല്ല തണുപ്പായിരുന്നു റൂം കാര്യങ്ങളൊക്കെ. ഇതാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് റൂം കിട്ടിയത്. റൂമിന് പുറത്തിറങ്ങിയാൽ നേരെ കാണുന്നത് വിരൂപാക്ഷ ടെമ്പിൾ ആണ്. വിരൂപാക്ഷ ടെമ്പിളും അതുപോലെ മാതംഗമലയും തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ. വിരൂപാക്ഷ ടെമ്പിളിന്റെ നേരെ ബാക്ക് സൈഡിൽ ഒരു സൈഡിലായിട്ടാണ് മാതംഗമല വരുന്നത്. നമ്മളെ റൂം തുറന്നാല് നേരെ കാണുന്നത് വിരൂപാക്ഷ ടെമ്പിൾ ആണ്. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ വരേണ്ട ഒരു പ്ലേസ് ആണ് ഹംപി എന്ന് പറയുന്നത്. പോയപ്പോ തന്നെ വേദുകൂട്ടനും ദേവനും നല്ല കളിയായിരുന്നു കേട്ടോ. നമ്മള് അധികം ടയേർഡൊന്നും ആയിരുന്നില്ല, നിർത്തി ആയിരുന്നില്ല വന്നത്. അതുകൊണ്ട് തന്നെ അധികം ടയേർഡ് ആയിരുന്നില്ല. ഞാൻ റൂമിന്റെ ചെറിയൊരു വ്യൂ കാണിച്ചു തരാം. ചെറിയൊരു സിംഗിൾ കോട്ടും ഒരു ഡബിൾ കോട്ടും ആണ് അവിടെ ഉള്ളത്. ഒരു AC ഉണ്ടായിരുന്നു. ചൂട് ഉണ്ട്, അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു സ്ഥലം തന്നെയാണ്. പുറത്ത് തണുപ്പാണെങ്കിൽ കൂടി റൂമിന്റെ അകത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. പിന്നെ ടോയ്ലറ്റ്, പിന്നെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പ്ലേസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിരൂപാക്ഷ ടെമ്പിളിലേക്ക് പോയി കേട്ടോ. അപ്പൊ ഞാൻ ഏട്ടനോട് പറയാൻ എനിക്ക് ഇങ്ങനെയാണ് വീഡിയോ എടുത്തു തരേണ്ടതെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ അവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അമ്പലം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഫുള്ള് അത് ആ ഒരു കാലത്ത് നിർമ്മിച്ചത് കൊണ്ട് തന്നെ അവര് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ഥലം എടുത്തിട്ടാണ് നിർമ്മിച്ചത്. ഓരോരോ പീസുകളും കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു കരിങ്കൽ പീസും വെറുതെ ആയിട്ടല്ല, അവര് അതിൽ എന്തെങ്കിലും ആയിട്ടൊരു കൊത്തുപണികൾ ചെയ്തിട്ടുണ്ടാവും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവിടെ ചെയ്തത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ അവിടെ തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പല്ലും മുഖമൊക്കെ ഒന്നാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വീണ് കഴിഞ്ഞാൽ അത് കരിങ്കല്ലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു നടക്കുന്ന വഴി എന്ന് വെച്ചാല് അതിന്റെ അപ്പുറത്തെ സൈഡില് ആനകളെ കെട്ടിയിടാറുണ്ട്. അപ്പം അവിടെയാണ് ആനകളെ കെട്ടിയിട്ടിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിലെ പോകുന്ന സമയത്ത് ഒരു ആനപ്പിണ്ടത്തിന്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്ര നീറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറെ അങ്ങോട്ട് പോയപ്പോൾ ഗാനക്ക് വെള്ളം കൊടുക്കുന്ന ഒരു കരിങ്കലിന്റെ ഒരു പാത്രം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറെ വിശാലമായിട്ടുള്ള കുറെ സ്ഥലം കിട്ടിയല്ലോ നടക്കാൻ വേണ്ടിട്ടൊക്കെ. ഇതൊരു വൈകുന്നേരത്തെ വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിന്റെ അകത്തേക്ക് പോയിട്ടുണ്ടായിട്ട്, കാരണം ഓൾറെഡി നമ്മൾ വന്ന അതേപോലെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് വന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് പോയില്ല. ഇതൊരു മൃഗങ്ങളെ തോല് കൊണ്ട് ഉണ്ടാക്കിയുള്ള ഒരു ചെണ്ടയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിന് നേരെ ബാക്ക് സൈഡിലേക്ക് പോയി. അപ്പൊ ഇതുവഴിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അവിടെ കുറെ കുരങ്ങന്മാരും അങ്ങനെയുള്ള ജീവികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മൂത്രവും ഉള്ളത് ആ ഒരു സ്മെല്ല് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതേപോലെ അതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ ഒരു പുഴ കാണാൻ വേണ്ടി പറ്റും. അടിപൊളിയാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നീറ്റ് ആയെന്ന് നമുക്ക് തോന്നില്ല. കുറച്ചൊരു നീറ്റ്നെസ്സിന്റെ കുറവുണ്ട്, മെയിൻ്റനൻസിന്റെ കുറവായിരിക്കാം മേ ബി അത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് വന്നേട്ടാ. പിന്നെ ഇതൊക്കെ അമ്പലത്തിന്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ്. ഒരുപാട് പേരുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. ഇതാണ് മാതംഗമല. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പോകേണ്ട ഒരു പ്ലേസ് ആണ് മാതംഗമല. ഇവിടുത്തെ സൺസെറ്റും അതുപോലെ സൺറൈസും അത് കാണേണ്ടത് തന്നെയാണ് ലൈഫിൽ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ക്യാമറ വ്യൂവിൽ അത് നമുക്ക് മനസ്സിലാവില്ല എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ജസ്റ്റ് പോയിട്ട് തന്നെ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഓൾറെഡി ടയേർഡ് ആണെങ്കിൽ കൂടി ഇവിടെ പോകണ്ടെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന ശേഷം ഇവിടെ മസ്റ്റായിട്ടും വരേണ്ടിയിരുന്ന സ്ഥലമായിരുന്നു അത്. വന്നില്ലായിരുന്നു നഷ്ടമായിരുന്നു എന്ന് തോന്നിയാണ്. ഇത് നൈറ്റ് വ്യൂ ആണ് വിരൂപാക്ഷ ടെമ്പിളിന്റെ. നമ്മളവിടെ വൈകുന്നേരം അത്ര സമയം വരെ നിന്നിട്ട് ഞങ്ങൾ നേരെ അവിടുത്തെ ഒരു ബസാറിലേക്ക് പോയി. ബസാറിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. മനുഷ്യനടുത്ത് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നോക്കി. അവിടെ കുറെ ആന്റിക് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ, ക്യാപ്പ്, അതുപോലെ അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ ആർട്ടിസ്റ്റുകൾ അവിടെ വരക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ടയർഡായിട്ടോ. ദേവമാനൊക്കെ കയ്യിൽ കയറിയിരുന്നു. ഇത്ര സമയം ഓടി നടന്ന കുട്ടികളൊക്കെ കയ്യിൽ കയറിയിട്ട് ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളവിടെ അധികം നിന്നില്ല. പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട്
ഫുഡ് പാഴ്സൽ വാങ്ങി പിന്നെ നേരെ റൂമിൽ കൊണ്ടുപോയിട്ട് കഴിച്ചു കേട്ടോ. നമ്മൾ തിരിച്ച് നടക്കുന്ന സമയത്ത് വഴിയിലൊരു പിടിയാനിനെയും കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റൂമിലെത്തിയപ്പം അത് വിരുപക്ഷ ടെമ്പിളിന്റെ അടുത്ത് എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇപ്പോഴത്തെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ഒരാനയെങ്കിലും കാണാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു. ഒരു ആനയെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പിങ്സ് ആഡ് ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ഡേ ഓഫ് ഹംപിയാണ്. ദൈവം താഴെ കളിക്കാൻ വിടാത്തോണ്ടാണ് കേട്ടോ അവൻ കരയുന്നത്. ഓൾറെഡി അവൻ കളിച്ചിട്ട് മുഖമൊക്കെ ചൊന്നിരിക്കുന്നുണ്ട്, അതുകൊണ്ട് താഴെ വിടാണ്ട് പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അവൻ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. ഇത് വിജയ വീട്ടിലെ ടെമ്പിൾ, സ്റ്റോൺ ചാരിയോട്ടൊക്കെയുള്ള ഒരു അമ്പലമാണ്. ഈ ഒരു വാഹനത്തിലാണ് നമ്മൾ അവിടേക്ക് പോയത്. അതായത് നടന്നിട്ടും പോവാം, അല്ലാതെയും പോവാം കേട്ടോ. നടന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെയിലായിരിക്കും ആ സമയത്ത്, അതുകൊണ്ട് ഏകദേശം ആൾക്കാരും ഈ ഒരു വാഹനത്തിലാണ് പോകുന്നത്. ഒരാൾക്ക് 10 രൂപയാണ് കേട്ടോ ചാർജ്. നമുക്ക് ഇതിന്റെ അകത്തൊക്കെ കയറാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെടുത്ത ശേഷം മാത്രമാണ് നമുക്ക് വരാൻ വേണ്ടി പറ്റുന്നത്. പെർ ഹെഡ് 50 റുപ്പീസ് അങ്ങനെ എത്രയാണ് ചാർജ് വരുന്നത്. ഇവിടെയാണ് ലോട്ടസ് മഹല്, അതുപോലെ എലിഫന്റ് സ്റ്റേബിള്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഒരു ബിൽഡിംഗ് അല്ല, ഈ ഒരു മതിലിന്റെ അകത്താണ് ഉള്ളത്. ഓൾറെഡി നമ്മളൊക്കെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇത് വൈകുന്നേരം ആയതുകൊണ്ട് അത്രയധികം വെയിലുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ടയേർഡായി, എക്സെപ്റ്റ് പിള്ളേർ മാത്രമല്ല എനർജറ്റിക് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ലോട്ടസ് മഹൽ. ഇവിടെ ഒരു നവമി മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതിന് ബാക്ക് സൈഡിൽ കുറച്ച് കാറ്റും കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. അവിടെയാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. ഇവിടെ വേദൂട്ടനും ദേവമോനൊക്കെ നല്ല കളിയാണ്. കുറെ സമയം അവിടെ നിന്ന ശേഷം അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെ പോയത്. What happened, Bana? What happened, Bana? Bobo? നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ ഇതായിരുന്നു. ഇദ്ദേഹം ഒരു ഷെഫാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പാണ് ഇത്. നമ്മൾ പോയ ശേഷം നമ്മൾ പറഞ്ഞ ഫുഡാണ് അദ്ദേഹം ഉണ്ടാക്കി തന്നത്. ഏത് ഫുഡാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാക്കി തന്നത്. ഫുഡ് സൂപ്പറായിരുന്നു. ഇത് 3rd ഡേ ഓഫ് ഹംപിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ശശുവേഗല ഗണേശ ടെമ്പിളിന്റെ അടുത്താണ്. അതായത് ഒരു വലിയൊരു ഗണപതിയുടെ പ്രതിമ. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയല്ല വലിപ്പം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഗണപതിയാണ്. അതിന്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. അത് കമ്പിയൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കൃഷ്ണ ടെമ്പിളിൽ പോയി. ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് നല്ല വെയിലാണ് കേട്ടോ. അത്യാവശ്യം ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഒരു കൊടയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവുന്നതുപോലെ ക്ഷീണമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഒരു വെള്ളത്തിന്റെ കുപ്പിയൊക്കെ കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എല്ലാ അമ്പലത്തിന്റെ അകത്ത് കയറുമ്പോഴും നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. അവിടെയൊക്കെ പോകാനാണ് ബുദ്ധിമുട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അത്യാവശ്യം നമുക്ക് അത്ര ടയേർഡൊന്നും ഫീൽ ചെയ്യില്ല. നമുക്ക് കൊച്ചുങ്ങളെയും കൊണ്ട് പോകുന്ന കാരണം ഇവരുടെ പിറകെ ഓടേണ്ടി വരുന്നില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അതന്നെയാണല്ലോ നമുക്ക് വേണ്ടത്. പിന്നെ ഇതൊരു ശ്രീ ബടാവലിംഗ ഗുഡി എന്നാണ് ഈ ഒരു അമ്പലത്തിന്റെ പേര്. അപ്പോൾ ഇത് പുറത്ത് തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗേറ്റ് പോലെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൂടി ക്യാമറ വെച്ച് ഞാൻ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ശിവലിംഗമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ശ്രീ ലക്ഷ്മി നരസിംഹ ടെമ്പിൾ. അപ്പോൾ അവിടെയും ഇത് 2 അമ്പലങ്ങളും അടുത്തടുത്ത് തന്നെയാണ്. അമ്പലങ്ങളിൽ നിന്ന് മീൻസ് അമ്പലമാണ്, പക്ഷെ അവിടെ പൂജാ കാര്യങ്ങളൊന്നും നടക്കാത്തൊരു പ്ലേസ് ആണ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹംപി സൂലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. ഹംപി സൂ ജസ്റ്റ് നമുക്ക് ടൈം ഉണ്ടായതുകൊണ്ടാണ് ഹംപി സൂലൊക്കെ കയറിയത്. സഫാരിയാണ് എടുത്തത്. അതായത് നമുക്ക് നടന്നു പോയി സൂ വിസിറ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടായിരുന്നില്ല. സഫാരി ആണെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ ഒരാൾക്ക് 200 റുപ്പീസാണ് പെർ ഹെഡ് വന്നത്. കുട്ടികൾക്ക് എടുക്കാൻ ഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബസ്സിൽ കയറി. അത്യാവശ്യം AC ബസ്സായിരുന്നു എടുത്തത്. പക്ഷെ AC പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, AC ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ചൂടായിരുന്നു ബസ്സിൽ കയറി തണുക്കാന്ന് വിചാരിച്ചതായിരുന്നു. അത്യാവശ്യം അവിടെ പോയതിൽ ഈ ഒരു കടുവ, പിന്നെ ഒരു സിംഹം കൂടി ഉണ്ടായിരുന്നു, പിന്നെ ബ്ലാക്ക് സ്വാൻ,
അങ്ങനെ 2-3 വെറൈറ്റീസ് ഓഫ് മൃഗങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. അത്യാവശ്യം അവിടെ മൃഗങ്ങളൊക്കെ കുറവാണ്. ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂ ആണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ പോവാതിരിക്കുന്നതാണ് ബെറ്റർ. കുറച്ച് ഒരു 1 year 2 year കഴിഞ്ഞ ശേഷം പോകുമ്പോൾ കുറച്ചുകൂടി മൃഗങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡെവലപ്ഡ് ആവുന്ന ഒരു സൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് അവിടുന്ന് ഹംപിയിൽ നിന്ന് യാത്ര തിരിച്ചു. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. കുറെ തെങ്ങും അതുപോലെ മരങ്ങളൊക്കെ ആയിട്ട്, പിന്നെ അത്യാവശ്യം ഇതൊരു നാട്ടിൻപുറമാണ്. അവിടെ ജീവിക്കുന്നുള്ളത് സാധാരണ ലോക്കൽ ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെയാണ് ടൂറിസ്റ്റുകൾ വന്നിട്ട് സ്ഥലം വിസിറ്റ് ചെയ്യുന്നത് മാത്രം. മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചാല് അപ്പുറത്തൊക്കെ സൈഡൊക്കെ കാണുന്നത് കുറെ പാറക്കെട്ടുകളാണ്. ആ ലൈറ്റ് കാണുന്നത്, റൈറ്റ് സൈഡിലെ ലൈറ്റ് കാണുന്നത് നൈറ്റ് വ്യൂ ആണ് ബിൻമില്ലിന്റെ. അങ്ങനെ ഞങ്ങളൊരു 11 മണി 12 മണി ആകുമ്പോഴേക്കും നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയും. ബൈ.